മമ്മൂട്ടിക്കൊപ്പം കളങ്കാവൽ ചെയ്യുന്ന സമയത്ത് ബിക്കോസ് ഞാനത് ആഗ്രഹിച്ചിരുന്നതാണ്. എന്റെ ഫസ്റ്റ് ഫിലിം മന്ദാരം എന്ന് പറഞ്ഞ പടമാണ്. അതെനിക്കെന്നും എന്റെ പ്രിയപ്പെട്ടത് തന്നെയാണ്. ഇപ്പം മമ്മൂട്ടിക്കൊപ്പം കളങ്കാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഒരു സ്റ്റാറിന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളത്? ബിക്കോസ് ഞാനത് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പൊ എനിക്ക് എന്തോ ഐ വാസ് പ്രിപ്പയർഡ് ഫോർ ദാറ്റ് എന്നുള്ളത് എപ്പോഴും എൻ്റെ ഇതിലുണ്ടായിരുന്നു. ബിക്കോസ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു, അത് വന്നു. അപ്പോൾ അത് അതിന്റെ ഫ്ലോയിൽ തന്നെ അത് ചെയ്തു പോയി. ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക? ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ റെഡിയാക്കാനോ, അല്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സാധനം സംതൃപ്തി വരാതെ എപ്പോഴെങ്കിലും മാറ്റി അങ്ങനത്തെ ഒരു ഫീൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, അത് ഇതിന്റെ ഒരു പാർട്ടാണ്. അത് ഇതിന്റെ ഒരു പ്രോസസ്സും അങ്ങനെ തന്നെയാണ്. നമ്മള് ചെയ്തു കൊടുക്കുന്നത് അപ്രൂവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സമയത്ത് ആദ്യത്തെ സാധനം തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യം ചിലപ്പോൾ ഡയറക്ടറിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ കുറെ കഴിഞ്ഞ് പുള്ളി അത് കേട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഓക്കെ ഇത് തന്നെ മതി. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു സീൻ പല പ്രാവശ്യം നമ്മൾ റീവർക്ക് ചെയ്തു, എന്നിട്ട് തിരിച്ച് ഫസ്റ്റ് ഓപ്ഷനിലേക്ക് തന്നെ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അത് ഇതിന്റെ ഒരു പ്രോസസ്സാണ്. ഇത്രയും ഒരു പാട്ടുകൾ ചെയ്തു, ഇപ്പം എപ്പോഴും മെമ്മറിയിൽ എപ്പോഴും ഓക്കെ എന്റെ ഫസ്റ്റ് പാട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ അത് എപ്പോഴും സൂക്ഷിക്കുന്നുണ്ടാവുമല്ലോ. അതെന്തായിരുന്നു ഒരു മൊമെന്റ്? എന്റെ ഫസ്റ്റ് ഫിലിം മന്ദാരം എന്ന് പറഞ്ഞ പടമാണ്. അപ്പൊ അതെനിക്കെന്നും എന്റെ പ്രിയപ്പെട്ടത് തന്നെയാണ്. അപ്പൊ പിന്നെ അതിലത്തെ പാട്ടുകളാണ് ബെസ്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബിക്കോസ് എന്റെ ബെസ്റ്റ് ഇനി യെറ്റ് ടു കം. ഇപ്പം ഒരു ഹൊറർ എലിമെന്റ് അല്ലെങ്കിൽ ഒരു പോലീസ് കഥാപാത്രം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ക്ലീഷകൾ പൊളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? നമ്മളങ്ങനെ ക്ലീഷേ പൊളിക്കാൻ വേണ്ടിയൊന്നും സിനിമയല്ല. നമുക്ക് ഇഷ്ടമുള്ളൊരു കഥ എഴുതി പോവും. അതിൻ്റെ അകത്ത് കുറേ വിശ്വാസമുള്ള ആൾക്കാരെ നമ്മൾ കഥ കേൾപ്പിക്കും. ഇപ്പോൾ അരുൺ ചെറുകാവില് ഈ സ്ക്രിപ്റ്റ് ഇനീഷ്യൽ ടൈമിൽ വായിച്ച ഒരാളാണ്. എനിക്ക് അദ്ദേഹത്തോട് ഞാൻ പല കഥകളും ബൗൺസ് ചെയ്യാറുണ്ട്. സോ ഒരു എന്താ പറയുക, പുള്ളി അങ്ങനെ സിനിമകൾ കാണുന്ന ആളാണ്, വായിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ നമ്മളൊരു കഥ അങ്ങ് ഉണ്ടാക്കുന്നതല്ലാതെ ഈ ക്ലീഷേ പൊളിക്കാന്ന് വെച്ചില്ല. അങ്ങനെ ഒരു ചിന്തയിൽ ഒരു സിനിമ ചെയ്തിട്ടുള്ളത് ജോസഫ് മാത്രമാണ്. കാരണം ആ സിനിമയിൽ ക്ലീഷകൾ നിരന്തരം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിച്ചൊരു സിനിമ അതാണ്. ബാക്കിയെല്ലാം ഓർഗാനിക്കായിട്ട് സംഭവിച്ചതാണ്. ഇപ്പം പുതിയ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഈ സിനിമയ്ക്ക് പാട്ട് തയ്യാറാക്കുമ്പോൾ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പുതിയ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഇതില് ഒരു ട്രാക്ക് ആക്ച്വലി ആദ്യം ലിറിക്ക് വന്നതിന് ശേഷമാണ് ഞാൻ കമ്പോസ് ചെയ്തേക്കുന്നത്. അപ്പൊ ആ പാട്ട് ഇന്ന് 6 മണിക്ക് റിലീസ് ഉണ്ട്. സോ അത് ആദ്യം വിനായക് ലിറിക്ക് എഴുതി, എന്നിട്ടാണ് ഞാനത് ട്യൂൺ ചെയ്ത്, എന്നിട്ട് പിന്നെ കുറച്ചൊക്കെ നമ്മൾ മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും വേർഡ്സ് മാറ്റി അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇപ്പം ചേട്ടൻ്റെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ ഈ അടുത്തിറങ്ങിയ എല്ലാ സിനിമകളും ഹിറ്റാണ്. ഏതൊരു സിനിമയ്ക്ക് പാട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ, ഏത് പ്രൊജക്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഒരു ഹെവിനെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇല്ല, അങ്ങനെ ഹെവിനെസ് ഫീൽ ചെയ്തിട്ടില്ല. അത് എല്ലാ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അത് പാട്ടുകൾ ആക്ച്വലി ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ധീരനിലാണ് കുറച്ചുകൂടെ കൂടുതൽ പാട്ടുകൾ ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് കളങ്കാവൽ ആക്ച്വലി പാട്ടുകൾ പ്ലാൻ ഉണ്ടായിരുന്നില്ല, നമ്മൾ റൈറ്റ്സ് മേടിക്കുക എന്നുള്ളതിലായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു റെട്രോ കൈൻഡ് ഓഫ് സാധനങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പ്രൊഡക്ഷനും റെഡി ആയിരുന്നു, ഡയറക്ടറും റെഡി ആയിരുന്നു, അങ്ങനെ ചെയ്തതാ. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ഇപ്പം ഓരോ പാട്ടും ഹിറ്റ് ആവുന്നു, അല്ലെങ്കിൽ ഓരോ സിനിമയിലെ സ്കോറുകളും ശ്രദ്ധിക്കപ്പെടുന്നു. ഇത് അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഒരു ഭാരമായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? ഓരോന്നും എക്സ്പെക്ടേഷൻസ് ആൾക്കാരിൽ കൂടുമ്പോൾ അതൊരു ഭാരമായിട്ട് തോന്നാറുണ്ടോ? ഇല്ല, ഇനീഷ്യലി ഉണ്ടായിരുന്നു. എനിക്ക് കിഷ്കിന്ത കഴിഞ്ഞപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നന്നാവില്ല എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് നമ്മൾ കൊടുക്കുക. ഇപ്പം ഓരോ സിനിമകളിലെ പാട്ടുകളും ചിലപ്പോൾ സിനിമ അത്രയും ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ചില സമയത്ത് പാട്ടുകൾ ഹിറ്റാവും. അതുപോലെ ഈ ഉന്മാദത്തിലെ ഏതെങ്കിലും ഒരു പാട്ട് പിന്നീടും ആൾക്കാർ ശ്രദ്ധിക്കും, അങ്ങനെ തോന്നുന്നു? സിനിമ ഹിറ്റായാലും പാട്ട് ഹിറ്റാവും അല്ല, ചില സിനിമ അങ്ങനെയല്ല. ചില സിനിമകൾ ഞാനൊന്ന് മുജീബിനോട് ആദ്യമേ പറഞ്ഞാണ്, മുജീബ് ഇതെല്ലാ പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസമുണ്ട്. ഞാൻ അരുണ കേൾപ്പിച്ചിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. അപ്പൊ ചില സിനിമകൾ ചിലപ്പോൾ നമുക്ക് ചില പാട്ടുകൾ പറയുമ്പോഴേക്കോ ഓക്കെ ഇത് ആ സിനിമയാണല്ലോ എന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യാം. അതുപോലെ ഈ സിനിമയിലും അതുപോലെ എന്തെങ്കിലും ചേരുവകൾ ചേർത്തിട്ടുണ്ടോ? അറിയില്ല, അത് എനിക്ക് ആൾക്കാർ എടുക്കുമ്പോഴാണ് എല്ലാം ഓഡിയൻസിന്റെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു എന്ന് ഞാനൊന്ന് പറഞ്ഞു. മ്യൂസിക് ഭയങ്കര പേഴ്സണലാ പലർക്കും. ചിലർക്ക് ചിലത് ഇഷ്ടപ്പെടാണ്ടിരിക്കും. എന്ന് വെച്ചാൽ പാട്ട് മോശമാണോന്നില്ല, അറിയില്ല. പ്രേക്ഷകന്റെ കാഴ്ചപ്പാടിലേക്ക് വിട്ടു സിനിമയാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും. ഇപ്പൊ ചേട്ടനെ നോക്കുകയാണെങ്കിൽ ചേട്ടന് ഭയങ്കര ഏർലി ടൈമിൽ കരിയർ ആരംഭിച്ച ഒരാളാണ്. ചെറുപ്പത്തിലെ സിനിമയിൽ ഒരു ജേണി പോലും സിനിമയിലുള്ള ജേണിയാണ്. ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ചെയ്യുകയും ചെയ്തു.
ഒരുപാട് ചെയ്തിട്ടില്ല. എന്നാലും മൾട്ടിപ്പിൾ ഒരു 2-3 കൂടുതൽ ചെയ്തു. ഈ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇത്? അപ്പൊ ഒരു പോലീസ് ക്യാരക്ടർ വരുമ്പോൾ സാധാരണ ചെയ്തൊരു ടൈപ്പ് ആണെങ്കിൽ നമുക്ക് എടുക്കാതിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വരുമല്ലോ. ഇല്ല, എടുക്കാതിരിക്കാൻ മലയാള സിനിമയിൽ ക്യാരക്ടർ റോളുകൾ അല്ലെങ്കിൽ സപ്പോർട്ടിങ് റോളുകൾ ചെയ്യുന്ന നടന്മാർക്ക് എടുക്കാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ പലപ്പോഴും ഇല്ല. അത് ഈ നമ്മളുടെ സിനിമയിൽ അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ചെറിയൊരു പെർസെൻറ്റേജ് ആളുകൾക്ക് മാത്രമാണ്. നമ്മൾ അത് ഒരു റോള് നമ്മളാണ് വ്യത്യസ്തമാക്കേണ്ടത്. എങ്ങനെയാണ് അത് നമുക്ക് കിട്ടിയ അവസരം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഞാൻ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ആക്ടറാണ് ഞാൻ എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ള ഒരാളാണ് ഞാൻ തോന്നുന്നില്ല. അതൊരു സെർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ആളുകൾക്ക് മാത്രം പറ്റുന്ന, അല്ലെങ്കിൽ അവരവരുടെ ഹാർഡ് വർക്ക് കൊണ്ടും മറ്റു പല കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇത് എപ്പോഴും നമ്മൾ ഈ കഥാപാത്രം എങ്ങനെയാണ് മറ്റൊരു കഥാപാത്രത്തിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കേണ്ടത് എന്ന് നമുക്ക് ആ കഥാപാത്രങ്ങൾ തന്നവരും എല്ലാവരും കൂടെ കൂടി ചേർന്നുള്ളൊരു വർക്കിന്റെ അനന്തരഫലമായിട്ടാണ് അത് വരിക. അപ്പൊ എന്തായാലും ഞാൻ മുമ്പ് ചെയ്ത പോലീസ് കഥാപാത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തം തന്നെയാണ് ഈ സിനിമ. തീർത്തും വ്യത്യസ്തമാണ്. അപ്പം എന്നെ മലയാള സിനിമ വേണ്ട വിധത്തിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നൊരു തോന്നലുണ്ടോ? ഇല്ല, മലയാള സിനിമ അങ്ങനെ ആരെയും എക്സ്പ്ലോർ ചെയ്യാതിരിക്കുകയും ചെയ്യാറില്ല. മലയാള സിനിമ അങ്ങനെ എന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ചിലപ്പോൾ എൻ്റെ കുഴപ്പമാണ്. അതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇപ്പം നേരത്തെ വർക്ക് ചെയ്ത ആൾക്കാരെ പിന്നെയും കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു മാറ്റി പരീക്ഷണങ്ങൾ നടത്താത്തതോ അല്ലെങ്കിൽ അതൊരു എന്തായിട്ടാ കാണുന്നത്? അവരുടെ ഒരു കംഫർട്ട് സോൺ ആണോ? അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ട് സോണിന്റെ ആണോ? ഞാൻ ചില ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദിലീഷ് പോത്തൻ എന്ന് പറഞ്ഞ ആളുടെ അസിസ്റ്റന്റ് ആയിട്ടാണ് സിനിമാ ജീവിതം തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് പുള്ളി പറയുന്ന സാധനമാണ്, ഒരു സിനിമ ട്രാവൽ ചെയ്യുമ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യര്, നമ്മളെ സുഹൃത്തുക്കള്, നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ടൈം എൻജോയ് ചെയ്യുന്നുള്ളതാണ്. അല്ല ഇതൊരു പണിയാണെന്നല്ല തോന്നുന്നു. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യരോടെ ഒരു 6-7 മാസം ചെലവഴിക്കുന്നു. സിനിമയുടെ റിസൾട്ട് എന്തായാലും നല്ല മെമ്മറീസ് ഇതിൻ്റെ അകത്തുണ്ടാകും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ ആൾക്കാർ, ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ, അങ്ങനെ ഒരു സർക്കിളിലാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു എക്സ്പെരിമെന്റ് നടത്തുക എന്നുള്ളത് ഞാൻ എൻ്റെ ഹാപ്പിനെസ് ആണ് കൂടുതലും. ആ റിസൾട്ട് സിനിമയിൽ കാണാൻ പറ്റും കേട്ടോ, അങ്ങനെ ചെയ്യുന്നതിന്റെ. ഇപ്പൊ നേരത്തെ മുജീബിനോട് ചോദിച്ചില്ലേ, നിങ്ങൾ അങ്ങനെ പ്രയാസപ്പെട്ടാണോ ഏതെങ്കിലും ഒരു ഇത് ചെയ്തിട്ടുണ്ട്? ഷായി ചേട്ടനാണെങ്കിലും ഓരോ സിനിമയും ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതെ, എല്ലാ സിനിമകളും ഹിറ്റാണ്, ബോക്സ് ഓഫീസിൽ ഹിറ്റാണ് എല്ലാ സിനിമകളും. കണക്കുകൾ നോക്കുന്ന സമയത്ത് ബോക്സ് ഓഫീസ് ഹിറ്റാണ് ഈ സിനിമ. ഇത് തന്നെ അടുത്തൊരു സിനിമയ്ക്ക് പേര് വരുമ്പോൾ അതിന്റെ ഒരു പ്രയാസമോ അല്ലെങ്കിൽ ഓക്കെ എക്സ്പെക്ടേഷൻ ഇത് ബീറ്റ് ചെയ്യുമോ അങ്ങനത്തെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വരാറുണ്ടോ? അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വരുന്നു, ഹിറ്റ് അടിക്കുന്നു, പോകുന്നു, ആ മോഡാണോ? അങ്ങനല്ല. നമ്മളിപ്പോ ഒരു സിനിമ നമ്മൾ ആ സിനിമ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതിന്റെ റിസൾട്ട് എന്തും ആവാം. നമ്മളിപ്പോ ഒരു റിസൾട്ടിനെ ഭയന്നാണ് നമുക്ക് ഇവിടെ ഒരു പണിയെടുക്കാൻ പറ്റില്ല, ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിനൊരു പണിയെടുക്കുന്നു, അത് നന്നായാൽ നന്നായി, ഇല്ലെങ്കിൽ നിർത്തി പോവുക. കാരണം ഈ സിനിമയിൽ വന്ന് ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇതുവരെ കിട്ടിയതല്ല ലാഭമാണ്, ഈ മൊമെന്റ് വരെ ലാഭമാണ് അല്ലേ? ശരിക്കും ഹാപ്പിയാണ് നമ്മൾ ഈ മൊമെന്റ് വരെ. നാളെ എന്താ സംഭവിക്കും നമുക്ക് അറിയേണ്ട കാര്യമില്ല. ആ ഒരു ലാഘവത്തോടെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ നമുക്കത് കൂടുതൽ പ്രയാസം ഉണ്ടാക്കുകയാണ് ചെയ്യുക. നമ്മുടെ വർക്കിനൊക്കെ നമ്മളാണ് ടെൻഷൻ അടിക്കുക. അയ്യോ നമ്മൾ എന്തിനാണ് അങ്ങനെ ഭയപ്പെടുന്നത്? ഓക്കെ, റിസൾട്ട് എന്തോ ആവട്ടെ, പരീക്ഷ എഴുതുന്ന കണക്കാണ്. അതെ, പൊട്ടി എന്നുള്ളൊരു മൈൻഡില്. അങ്ങനെ പൊട്ടി എന്നല്ല, അങ്ങനെ ഒരു ചിന്തയില്ല, അങ്ങനെ ഒരു ചിന്തയില്ല. പൊട്ടാതിരിക്കുന്നുള്ളത് നമ്മുടെ സർവൈവലാണ്. അതെ അതെ, അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട് നമ്മുടെ സർവൈവല്. പിന്നെ ജനം കാണുന്നത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂലാണ്. മോശമാവുമോ എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കാൻ പറ്റില്ല എന്നാണ്.